dear children, welcome to Kids Area Online. നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ? ഓക്കെ, നമുക്ക് ഇൻ്റഗ്രേഷൻ പഠിക്കാവോ? നിങ്ങൾ റെഡിയാണോ? എന്നാൽ വേഗത്തിൽ ബുക്ക് എടുത്തോളൂ. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ ഡിസംബർ 29 തിങ്കൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ടേം കഴിഞ്ഞ് തേർഡ് ടേമിലോട്ട് പോവുകയാണ്. തേർഡ് ടേമിൽ ട്യൂഷൻ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയാണ് ട്യൂഷൻ ഉള്ളത്. അതുപോലെ കിഡ്സ് ഏരിയ ഓൺലൈൻ സ്പെഷ്യൽ ക്ലാസ്സസും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ആ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതിപ്പോൾ 2 ബാച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ്, ഏപ്രിലാണ്. അപ്പോൾ ആ ഒരു സമയത്തിന് മുൻപ് നിങ്ങൾ താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുക്കാനായിട്ട് ഓർമ്മിക്കണം. ഇത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചേ ഉള്ളൂ. ഏത് കോഴ്സിനായാലും അഡ്മിഷൻ ഡീറ്റെയിൽസ് അറിയാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 9746487799. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് രുചിമേളം. രുചിമേളം വരച്ചു ചേർക്കൂ. ഇവിടെ 3 ചിത്രങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാ? ഇതെന്താ? കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക. ഇതോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാ. മഞ്ഞ നിറമാണ്, ഉരുണ്ടാണ് ഇരിക്കുന്നേ. എന്താ? ലഡു. എന്താ ഇത്? ലഡു. ഇതെന്താണെന്ന് അറിയാവോ? നെല്ലിക്ക. നെല്ലിക്ക കണ്ടിട്ടുണ്ടോ? നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാ? പാവയ്ക്ക, ലഡു, നെല്ലിക്ക. ഇതിൽ മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ എന്ന് എഴുതിയിട്ടുണ്ട്. മധുരമുള്ളവ എന്താണെന്ന് കണ്ടെത്തി അതിലേക്ക് വരയ്ക്കുക. പുളിയുള്ളവ കണ്ടെത്തി അതിലോട്ട് വരയ്ക്കുക. കയ്പുള്ളവ കണ്ടെത്തി അതിലോട്ട് വരയ്ക്കുക. റെഡിയാണോ? ആദ്യം മധുരമുള്ളവ. മധുരമുള്ളവ മധുരമുള്ളവ കയ്പയ്ക്കയാണോ, ലഡുവാണോ, നെല്ലിക്കയാണോ? യെസ്, കറക്റ്റ് ആണ്. എന്താ? ലഡുവാണ്. വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം, പുളിയുള്ളവ. പുളി ഇതിലേതിനാണ്? നെല്ലിക്കയ്ക്കാണോ, ലഡുവിനാണോ, പാവയ്ക്കാണോ? യെസ്, പുളിയുള്ളത് നെല്ലിക്കയ്ക്കാണ് അല്ലേ? പുളിയുള്ളത് നെല്ലിക്കയ്ക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് കയ്പുള്ളവ. കയ്പുള്ളത് ഏതിനാ? പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്കാണ്. എന്തുള്ളത്? കയ്പുള്ളത്. പാവയ്ക്കാണ് കയ്പുള്ളത്. പാവയ്ക്ക. 3 കാര്യവും മനസ്സിലായല്ലോ. മധുരമുള്ളവയിൽ ലഡു വരുന്നു, പുളിയുള്ളവ നെല്ലിക്ക, കയ്പുള്ളവ പാവയ്ക്ക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പൂർത്തിയാക്കൂ. രുചിമേളം പൂർത്തിയാക്കൂ. മധുരമുള്ളവ എഴുതണം, പുളിയുള്ളവ എഴുതണം, കയ്പുള്ളവ എഴുതണം. മധുരമുള്ളവ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒന്നിന്റെ പേര് പറഞ്ഞേ. മധുരമുള്ള ഒന്നിന്റെ പേര് പറഞ്ഞേ. പായസം കുടിച്ചിട്ടുണ്ടോ? മധുരമാണോ കയ്പാണോ പായസത്തിന്? മധുരമാണ്. ഓക്കെ, ദാ ടീച്ചറുടെ പറയാം. ലഡു. ലഡുവിനെന്താ? മധുരമാണോ കയ്പാണോ പുളിയാണോ? മധുരമാണല്ലേ. ജിലേബിക്കോ? മധുരം. അപ്പോൾ മധുരമുള്ളവയിൽ നമുക്ക് എന്തൊക്കെ വരയ്ക്കാം, എന്തൊക്കെ ചേർത്ത് എഴുതാം? ലഡു. ലഡുവിന്റെ ഡാ ഏതാണെന്ന് കണ്ടോ? ഇതാണ് ലഡുവിന്റെ ഡാ. സാ മറിച്ചിടുന്നത് പോലെ. ഓക്കെ, ഇതാണ് ലഡുവിന്റെ ഡാ. മറക്കില്ലല്ലോ. ജിലേബി. ജിലേബി. മധുരമുള്ളവയിൽ ലഡു വരുന്നുണ്ട്, ജിലേബി വരുന്നുണ്ട്. പുളിയുള്ളവ. പുളിയുള്ളവയിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? നെല്ലിക്ക എഴുതാം. നെല്ലിക്ക. മുന്തിരി. മുന്തിരി എഴുതാം. തൈര് എഴുതാം. മോര് എഴുതാം. അതൊക്കെ പുളിയുള്ളവയിൽ വരുന്നുണ്ട്. പുളിച്ചിക്കായ എഴുതാം. പുളിയുള്ളവ നെല്ലിക്ക, മുന്തിരി. ടീച്ചർ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. മോര്, തൈര്, പുളിച്ചിക്ക. നിങ്ങൾക്ക് ഏതാണ് ഓർമ്മ വരുന്നത് അത് ഓർമ്മിച്ച് വെച്ചേക്കാം. നെല്ലിക്ക, മുന്തിരി ഇതൊക്കെ എന്താ? പുളിയുള്ളതാണ്. കയ്പുള്ളവ. കയ്പുള്ളവ ഏതാ? കയ്പുള്ളവ പാവയ്ക്ക് കയ്പുണ്ടല്ലേ? പാവയ്ക്ക. പിന്നെ എന്തിനാ കയ്പുള്ളേ? ഉലുവ. ഉലുവയ്ക്ക് കയ്പുണ്ട്. ഇനി നിങ്ങൾ റാഡിഷ് കണ്ടിട്ടുണ്ടോ? വെളുത്ത ക്യാരറ്റ്, വെള്ള ക്യാരറ്റ് കണ്ടിട്ടുണ്ടോ?
അതും കയ്പുണ്ട് കേട്ടോ. റാഡിഷ്, അതിന്റെ പേര് റാഡിഷ് എന്നാണ്. വെളുത്ത ക്യാരറ്റ്, അതിനും എന്താ, കയ്പ് രുചിയാണ്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു. മധുരമുള്ളവയുടെ പേര്, പുളിയുള്ളവയുടെ പേര്, കയ്പുള്ളവയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് വരച്ച് ചേർക്കാനാണെങ്കിൽ വരച്ച് ചേർക്കാം, എഴുതാനാണെങ്കിൽ എഴുതാം. ഓക്കെ, എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ തെറ്റാതെ എഴുതുക. അടുത്ത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കണ്ടെത്തി എഴുതാം എന്ന് പറഞ്ഞിട്ട്. കണ്ടെത്തി എഴുതാം. കുറച്ച് കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കും, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അത് നിങ്ങൾ പറയണം. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കുക. വായിക്കാം. വലിയ പന. എന്താ പറഞ്ഞേ? വലിയ പന. പനയിൽ പൊത്ത്. പനയിൽ പൊത്ത്. ചില സ്കൂളുകളിൽ ടീച്ചർ വായിച്ചു തരും കേട്ടോ. വലിയ പന, പനയിൽ പൊത്ത്. പൊത്തിൽ കുഞ്ഞുങ്ങൾ. പൊത്തിൽ കുഞ്ഞുങ്ങൾ. അമ്മ തത്ത പറന്നു വന്നു. അമ്മ തത്ത പറന്നു വന്നു. ചുണ്ടിൽ ചുണ്ടിൽ നെൽക്കതിർ. നെൽക്കതിർ. ചുണ്ടിൽ നെൽക്കതിർ. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു. കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു. ഉച്ചത്തിൽ കരഞ്ഞു. ഉച്ചത്തിൽ കരഞ്ഞു. കീ കീ കീ. ഇതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേറെ ആയിരിക്കും. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്താ കുറച്ച് വാക്യങ്ങൾ ഇതുപോലെ നൽകിയിട്ടുണ്ടാകും, അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തി എഴുതണം. എങ്ങനെയാണ് ടീച്ചർ പറഞ്ഞുതരാവേ. അപ്പൊ ഇവിടെ ഈ ഒരു ചിത്രത്തെ കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വലിയ പന കണ്ടോ, ഇത് വലിയ പന. പനയിൽ പൊത്ത്. പൊത്തിൽ കുഞ്ഞുങ്ങൾ. അമ്മ തത്ത പറന്നു വന്നു. ചുണ്ടിൽ നെൽക്കതിർ. കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു. ഉച്ചത്തിൽ കരഞ്ഞു. കീ കീ കീ. ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയോ? ഒന്നാമത്തെ ചോദ്യം, ആരാണ് പറന്ന് വന്നത്? ആരാണ് പറന്നു വന്നത്? പൊത്തിൽ കുഞ്ഞുങ്ങൾ, അമ്മ തത്ത പറന്നു വന്നു. ഉത്തരം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, കണ്ടെഴുതിയാൽ മാത്രം മതി. ഇതാണ് ഉത്തരം. അമ്മ തത്ത പറന്നു വന്നു. അപ്പോൾ ആരാണ് പറന്നു വന്നത്? അമ്മ തത്ത. തെറ്റാതെ നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ ചോദിക്കുന്നത് ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്തി തെറ്റാതെ എഴുതണം, എന്നാലേ 1 മാർക്ക് ഫുള്ള് കിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഇവിടെ ആദ്യത്തെ അക്ഷരം അ. അ, മ, അമ്മ, തത്ത. ഓക്കെ, ഇവിടെ ഉള്ളതുപോലെ നിങ്ങൾക്ക് തരുന്ന അത് നോക്കി അതുപോലെ ഉത്തരം എന്ത് ചെയ്യണം? എഴുതണം. ആരും തെറ്റിക്കല്ലേ. നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ഉത്തരം എടുത്തെഴുതുമ്പോൾ തെറ്റാതെ എഴുതണം. രണ്ടാമത്തെ ചോദ്യം, അമ്മ തത്ത എന്താണ് കൊണ്ടുവന്നത്? അമ്മ തത്ത എന്താ കൊണ്ടുവന്നേ? അമ്മ തത്ത പറന്നു വന്നു. ചുണ്ടിൽ നെൽക്കതിർ. എന്താ ഉത്തരം? നെൽക്കതിർ. അത് കണ്ടിവിടെ എഴുതണം. നെൽക്കതിർ. നെൽ നെൽ ക തിർ. അക്ഷരത്തെറ്റ് വരാതെ കണ്ടെഴുതണം കേട്ടോ. നിങ്ങൾക്ക് വരുന്ന ചോദ്യത്തിൽ നിന്ന് ഉത്തരം അക്ഷരത്തെറ്റില്ലാണ്ട് കണ്ടെഴുതണം. അമ്മത്തത്തെ എന്താ കൊണ്ടുവന്നേ? നെൽക്കതിർ. ഇതുപോലെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാൻ അറിയാവോ? ഉത്തരം കണ്ടുപിടിച്ച് എഴുതാൻ അറിയാവോ? ടീച്ചർ ഒരു ചോദ്യം തരട്ടെ, ഉത്തരം കണ്ടുപിടിച്ച് എഴുതുവോ? ഓക്കെ. കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെ? വളരെ എളുപ്പമാണ്. കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെ? കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെ? ഉച്ചത്തിൽ. കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെയാ? ഉച്ചത്തിലാ കരഞ്ഞ. കുഞ്ഞുങ്ങൾ എങ്ങനെ കരഞ്ഞു? ഉച്ചത്തിൽ കരഞ്ഞു. ഇനി ചിലർ കീ 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 അങ്ങനെ കരഞ്ഞു, അത് എഴുതിയാൽ ശരി തന്നെയാണ് കേട്ടോ. ഉച്ചത്തിൽ കരഞ്ഞു. കുഞ്ഞുങ്ങൾ എങ്ങനെ കരഞ്ഞു? ഉച്ചത്തിൽ. ഉച്ചത്തിൽ കരഞ്ഞു. കുഞ്ഞുങ്ങൾ എങ്ങനെ കരഞ്ഞു? ഉച്ചത്തിൽ. അത് കണ്ട് അതുപോലെ എഴുതണം. കണ്ട് അതുപോലെ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. നിങ്ങൾക്ക് തരുന്നത് എന്താണോ അതിൽ നിന്ന് ഉത്തരം കണ്ട് ഇതുപോലെ എഴുതുക. അടുത്ത ചോദ്യം തരട്ടെ. നാലാമത്തെ ചോദ്യം. ത എന്ന അക്ഷരം വരുന്ന വാക്കുകൾ കണ്ടെത്തൂ. ത. ഈ ത വരുന്ന അക്ഷരം കണ്ടെത്തുക. ത വരുന്ന ഏതൊക്കെ അക്ഷരം നിങ്ങൾ കണ്ടെത്തി? ഇവിടെ കണ്ടോ?
പൊത്ത്, പൊത്തിൽ എന്തുണ്ട്? പൊത്തിൽ തായുണ്ട്. അമ്മ തത്ത, അതിൽ തായുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം കേട്ടോ. തത്ത, അമ്മ തത്ത, അതും ശരി ഉത്തരം. ഒരു വാക്കുകൾ എഴുതാനാണ്. അമ്മ തത്ത, ആ വാക്കിൽ ത ഉണ്ട്. പിന്നെ എന്തുണ്ട്? പൊത്ത്, പൊത്തിൽ എന്തുണ്ട്? തായുണ്ട്. പൊത്ത്. ഓക്കെ. അപ്പൊ നിങ്ങൾ കണ്ടെത്തിയ വാക്കുകളെല്ലാം അതുപോലെ എടുത്ത് എന്ത് ചെയ്യണം? ഇവിടെ പകർത്തി എഴുതണം. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യമാണേ. ഈ ചിത്രത്തിന് യോജിച്ച വരി കണ്ടെത്തി എഴുതുക. ഇവിടെ എന്താ? അമ്മത്തത്ത പറന്നു വന്നു. അമ്മത്തത്തയുടെ ചുണ്ടിൽ എന്തായിരിക്കുന്നേ? നെൽക്കതിർ. അപ്പൊ ഈ ചിത്രത്തിന് യോജിച്ച വരി ഏതാ? ചുണ്ടിൽ നെൽക്കതിർ, ചുണ്ടിൽ നെൽക്കതിർ. അപ്പൊ ഈ ചിത്രത്തിന് ഏത് വരിയാണോ ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം? എഴുതണം. ചുണ്ടിൽ നെൽക്കതിർ. അമ്മത്തത്ത പറന്നു വന്നു. ചുണ്ടിൽ എന്താ? തത്തയുടെ ചുണ്ടിൽ നെൽക്കതിർ, ചുണ്ടിൽ നെൽക്കതിർ. മനസ്സിലായോ? ഇതുപോലെ ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്തി എഴുതുവോ? ഉത്തരം അതിൽ തന്നെ ഉണ്ടാവും. ഇതുപോലെ എഴുതിയിട്ടുള്ളതിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തി ഇവിടെ അക്ഷരത്തെറ്റില്ലാണ്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, എഴുതുമല്ലോ. ഈ ചോദ്യം ഉറപ്പാണ്. അതായത് ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഇതേ മാതൃകയിൽ വേറെ ചോദ്യമായിരിക്കും. ഉത്തരം എഴുതുമല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള 1ാമത്തെ ചോദ്യമായിട്ട് എപ്പോഴും വരുന്നതാണ് നിറം നൽകാം. നിറം നൽകാം എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ടീച്ചർ പറയും നിറം ഏതാണ്, അങ്ങനെ. അല്ലെങ്കിൽ പറയും നിങ്ങൾ തന്നെ മനോഹരമാക്കാൻ പറയും. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. കളർ ചെയ്യാൻ അറിയാലോ? അറിയാം. പൂവിന് ചുവപ്പ് നിറം. അപ്പോൾ പൂവിന് എന്ത് ചെയ്യാം? പുറത്തു പോകാതെ എന്ത് ചെയ്യണം? ചുവപ്പ് നിറം കൊടുക്കണം. പുറത്ത് പോകാണ്ട് എന്ത് ചെയ്യണം? കളർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പുറത്ത് പോവാണ്ട് കളർ കൊടുക്കുക. പൂവിന് ചുവപ്പ് നിറം. വേറെയും പൂക്കൾ ഉണ്ടല്ലോ. പൂവിന് എന്ത് നിറമായിരുന്നു? ചുവപ്പ്. പൂവിന് എന്ത് നിറം കൊടുക്കണം? ചുവപ്പ് നിറം. പൂവിന് ചുവപ്പ് നിറം. ഓക്കെ. അടുത്ത് പറയും തത്തയ്ക്ക് പച്ച നിറം. തത്തയ്ക്ക് എന്ത് നിറം കൊടുക്കുക? പച്ച നിറം കൊടുക്കുക. തത്തയ്ക്ക് പച്ച നിറം കൊടുക്കുക. തത്തയ്ക്ക് പച്ച നിറം. നിങ്ങൾക്കറിയാലോ തത്തയ്ക്ക് പച്ച നിറമാണെന്ന് അറിയാലോ. അപ്പൊ ആരും തെറ്റാതെ കൊടുക്കുമല്ലോ. ഓക്കെ, തത്തയ്ക്ക് പച്ച നിറം. ഇലയ്ക്ക് പച്ച നിറം, ഓലയ്ക്ക് പച്ച നിറം, ചിത്രശലഭത്തിന് നീല നിറം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചിത്രത്തെ മനോഹരമാക്കണം. നൽകുന്ന ചിത്രത്തെ മനോഹരമാക്കണം. ആദ്യം ചിത്രത്തിന്റെ അരികിൽ കൂടി കളർ ചെയ്തിട്ട് അകത്ത് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ തെറ്റത്തില്ല. അടുത്ത് ചോദിക്കാവുന്ന ചോദ്യമാണ് പലഹാരങ്ങൾ തരം തിരിക്കാം. ഇവിടെ കുറേ പലഹാരങ്ങളുണ്ട്. വടകളുണ്ട്, അപ്പങ്ങളുണ്ട്. വടകളും അപ്പങ്ങളും ഉണ്ട്. ഇത് നോക്കിയേ, ഇത് നൂലപ്പം. ഇവിടെ എന്താ നൽകിയിട്ടുള്ളത്? നൂലപ്പം. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യണം? എഴുതണം. അപ്പം. ഇത് നൂലപ്പം. നൂലപ്പം. ഇതെന്താണ്? ഉള്ളിവട. ഇതെന്തായിരുന്നു? ഉള്ളിവട. ഇത് നെയ്യപ്പം. നെയ്യപ്പം. ഇതെന്താണ്? ഉഴുന്നുവട. ഇത് ഉഴുന്നുവട. ഇതെന്തായിരുന്നെന്ന് അറിയാവോ? ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം. ഇതെന്തായിരുന്നു? പരിപ്പുവട. ഇത് പരിപ്പുവട. അപ്പോൾ വടകളും ഉണ്ട്, അപ്പങ്ങളും ഉണ്ട്. വടയെല്ലാം എന്ത് ചെയ്യണം? ഈ വടയുടെ പാത്രത്തിലോട്ട് യോജിപ്പിക്കണം. അപ്പങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഈ അപ്പത്തിന്റെ പാത്രത്തിലോട്ട് യോജിപ്പിക്കണം. മനസ്സിലായോ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നൂലപ്പം എങ്ങോട്ട് യോജിപ്പിക്കണം? നൂലപ്പം എങ്ങോട്ടാ വരയ്ക്കേണ്ടേ? അപ്പം. നൂലപ്പം. അപ്പൊ എന്തിലോട്ട് വരയ്ക്കണം? അപ്പത്തിലോട്ട് വരയ്ക്കണം. ഉള്ളിവട. ഉള്ളിവട എങ്ങോട്ട് വരയ്ക്കും? ഈ വടയുടെ പാത്രത്തിലോട്ട് ഉള്ളിവട വരയ്ക്കാം. നെയ്യപ്പം. നെയ്യപ്പം എങ്ങോട്ട് വരയ്ക്കണം? അപ്പത്തിന്റെ പാത്രത്തിലോട്ട് വരയ്ക്കാം. ഉഴുന്നുവട. ഉഴുന്നുവട എങ്ങോട്ട് വരയ്ക്കണം? ഈ വടയുടെ പാത്രത്തിലോട്ട് വരയ്ക്കുക.
ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് വരയ്ക്കും? അപ്പത്തിന്റെ പാത്രത്തിലോട്ട് വരച്ചു. പരിപ്പുവട. പരിപ്പുവട എന്ത് ചെയ്യണം? വടയുടെ പാത്രത്തിലോട്ട് വരയ്ക്കണം. ഓക്കെ, മനസ്സിലായോ? വടകളും അപ്പങ്ങളും മനസ്സിലായോ? പാട്ട് എഴുതാൻ ചോദിക്കാം ചിലപ്പോൾ, വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ. അവിടെയൊക്കെ അപ്പങ്ങളുടെ പേരും നിങ്ങൾക്ക് വടകളുടെ പേരും പഠിക്കാൻ ഓർമ്മിച്ച് വെച്ചിരിക്കേണ്ടതായിട്ട് വരും. ഉള്ളിവട, ഉഴുന്നുവട, പരിപ്പുവട, നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം, നെയ്യപ്പം, ഉണ്ണിയപ്പം, ഇതെല്ലാം എന്താണ്? അപ്പങ്ങളാണ്. അപ്പൊ വടകളും അപ്പങ്ങളും. ഓർമ്മയിരിക്കോ? ഓർമ്മയിരിക്കൂലേ? യെസ്. അടുത്തത് കാഴ്ചകൾ വരച്ചു ചേർക്കൂ. ഇവിടെ പകൽ കാഴ്ചകളും രാത്രി കാഴ്ചകളും ഉണ്ട്. ഇത് ഓരോന്നായിട്ട് ഏതിലാണോ വരുന്നത് അതിലേക്ക് വരച്ചു ചേർക്കണം. ഇതെന്താണ്? ചന്ദ്രൻ. ചന്ദ്രൻ എപ്പോഴാ കാണുക? പകലാണോ രാത്രിയാണോ? രാത്രി. അപ്പൊ രാത്രിയിലാണ് ചന്ദ്രൻ ഉള്ളത്. ചന്ദ്രൻ. നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ എപ്പോഴാ ഉള്ളത്? രാത്രി. നക്ഷത്രങ്ങൾ ഉള്ളത് രാത്രി. അടുത്ത് വരുന്നത് സൂര്യൻ. സൂര്യൻ എപ്പോഴാണുള്ളത്? സൂര്യൻ എപ്പോഴാണ്? പകൽ സമയത്ത്. സൂര്യൻ എപ്പോഴാണുള്ളത്? പകൽ സമയത്ത്. മഴവില്ല് എപ്പോഴാ കാണുന്നേ? മഴവില്ല് പകൽ സമയത്ത്. മഴവില്ല് കാണാൻ കഴിയുന്നത് പകൽ സമയത്ത്. ഇനി മേഘം എപ്പോ കാണാൻ പറ്റും? മേഘം പകൽ സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റൂ? മേഘത്തെ കാണാൻ പറ്റൂ. അപ്പോൾ പകൽ സമയത്ത് കാണുന്ന കാഴ്ചകൾ, രാത്രി കാണുന്ന കാഴ്ചകൾ. പകൽ സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാം? നക്ഷത്രം കാണാം. നക്ഷത്രം. വേറെ എന്താ ഉള്ളത്? ചന്ദ്രൻ. നക്ഷത്രവും ചന്ദ്രനെ നമുക്ക് എപ്പോ കാണാം? പകൽ സമയത്ത് കാണാം. ഇനി രാത്രി എന്തൊക്കെ കാണാം? സോറി, നക്ഷത്രവും ചന്ദ്രൻ എവിടെയാണ്? രാത്രിയിലാണ് കേട്ടോ വരേണ്ടത്. രാത്രി, പകലല്ല, രാത്രി. രാത്രിയിലാണ് എന്ത് വരേണ്ടത്? ചന്ദ്രൻ, നക്ഷത്രം. പകൽ സമയം എന്തൊക്കെ വരും? ഇവിടെ എഴുതാം. ചന്ദ്രൻ, നക്ഷത്രം. പകൽ എന്തൊക്കെയാ വരിക? സൂര്യൻ, മേഘം, മഴവില്ല്. സൂര്യൻ, സൂര്യൻ, മേഘം, മഴവില്ല്. ഇതാണ് ഇവിടെ കാണുന്ന പകൽ സമയത്ത് കാണുന്നത്. അപ്പൊ പകൽ സമയത്ത് കാണുന്ന കാഴ്ചകളും രാത്രി കാണുന്ന കാഴ്ചകളും. ക്ലിയർ ആണോ? യെസ്. പോഷകപാത്രം നിറയ്ക്കാം. ടീച്ചർ പറഞ്ഞു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പോഷകപാത്രം നിറയ്ക്കാം. പോഷകപാത്രത്തിൽ നമുക്ക് എന്തൊക്കെ വെക്കാം? മീനുണ്ട്, പഴമുണ്ട്, വേറെ എന്തൊക്കെ വെക്കാം? പാൽ. പാൽ നമുക്ക് വരച്ച് ചേർക്കാം. മുട്ട. മുട്ട നമുക്ക് വരച്ച് ചേർക്കാം. അപ്പൊ എന്തൊക്കെ നമുക്കതിൽ ചെയ്യാൻ നോക്കാം. പഴങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ എന്ത് ചെയ്യാം? ഇതിനോട് കൂട്ടിച്ചേർക്കാം. പോഷകപാത്രത്തിലേക്ക് പഴങ്ങൾ എടുക്കാം. പച്ചക്കറി, തക്കാളി, ടൊമാറ്റോ പോലുള്ള പച്ചക്കറികൾ എടുക്കാം. ഇലക്കറികൾ, മുരിങ്ങയില, ചീരയില, ഇലക്കറികൾ എടുക്കാം. പാൽ, മുട്ട, മീൻ, ഇറച്ചി, ഇതൊക്കെ എന്താണ്? ഈ പോഷകപാത്രം നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ആവിയിൽ വേവുന്ന ആഹാരങ്ങൾ, ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ, വറുത്തെടുക്കുന്ന ആഹാരങ്ങൾ, വേവിക്കാതെ കഴിക്കുന്ന പല ആഹാരങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആവിയിൽ വേവിക്കുന്ന എന്തൊക്കെയാണ്? ഇലയട, പുട്ട്, കൊഴുക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം, ഇഡലി, ഇതെല്ലാം എന്താ? ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങളാണ്. ഇതെല്ലാം എന്താണ്? ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ. ചുട്ടെടുക്കുന്ന പലഹാരങ്ങൾ എന്തൊക്കെയാ? ചുട്ടെടുക്കുന്ന പലഹാരങ്ങൾ ദോശ, ചപ്പാത്തി, പത്തിരി, ഓട്ടട, ഇതെല്ലാം എന്താ? ചുട്ടെടുക്കുന്ന പലഹാരങ്ങളാണ്. വറുത്തെടുക്കുന്ന ആഹാരങ്ങളോ? ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, ഉള്ളിവട, പരിപ്പുവട, വാഴയ്ക്കപ്പം, ഇതെല്ലാം എന്താ? എണ്ണയിൽ വറുത്തെടുക്കുന്ന ആഹാരങ്ങളാണ്. ഇനി വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയുണ്ട്? മോര്, തൈര്, സർബത്ത്, ഇതുപോലുള്ളവ എന്താ? വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങളാണ്. മോര്, തൈര്, സർബത്ത്, ഇതൊക്കെ എന്താ? വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങളാണ്. ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കും, ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കും, വറുത്തെടുക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കും, വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങളുമുണ്ട്.
ഓക്കെ, ഓർമ്മയിരിക്കില്ലേ? യെസ്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് എവിടെ നിന്നൊക്കെയാ വെള്ളം കിട്ടുക? വെള്ളം നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? കിണറിൽ നിന്ന് കിട്ടത്തില്ലേ? കിണർ. യെസ്, കിണറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വെള്ളം കിട്ടും. കിണർ. കിണറിൽ നിന്ന് വെള്ളം കിട്ടും. കിണർ. പുഴ. പുഴയിൽ നിന്ന് വെള്ളം കിട്ടില്ലേ? പുഴ. യെസ്, പുഴയിൽ നിന്ന് വെള്ളം കിട്ടും. ഇനി വേറെന്താ ഉള്ളത്? കായൽ. കായൽ നിന്ന് വെള്ളം കിട്ടും. തടാകം. തടാകത്തുനിന്ന് വെള്ളം കിട്ടും. നദി. നദിയിൽ നിന്ന് വെള്ളം കിട്ടും. കടൽ. കടലിൽ നിന്ന് വെള്ളം കിട്ടും. ഇതെല്ലാം എന്താ? നമുക്ക് വെള്ളം കിട്ടുന്ന വഴികളാണ്, ജലസ്രോതസ്സുകളാണ്. നമുക്ക് ഏതൊഴിക്കാണ് ജലം കിട്ടുക? കിണറ്റിൽ നിന്ന് കിട്ടും, പുഴയിൽ നിന്ന് കിട്ടും, കായലിൽ നിന്ന് കിട്ടും, തടാകത്തിൽ നിന്ന് കിട്ടും, നദിയിൽ നിന്ന് കിട്ടും, കടലിൽ നിന്ന് കിട്ടും. ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? ജലം കിട്ടും. ഈ ജലം എന്തിനൊക്കെ ഉപയോഗിക്കാം? എന്തിനൊക്കെ ഉപയോഗിക്കാം? വെള്ളത്തിൽ എന്തൊക്കെ ആൾക്കാർ ചെയ്യുന്നേ? നീന്തും. വെള്ളത്തിൽ എന്ത് ചെയ്യും? നീന്താനായിട്ട് ഉപയോഗിക്കാം. മൃഗങ്ങളെ കുളിപ്പിക്കാൻ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. തുണികൾ അലക്കാൻ വെള്ളം ഉപയോഗിക്കുന്നു. പിന്നെന്താ? മീൻ പിടിക്കാൻ. മീൻ പിടിക്കാൻ. പിന്നെ വിനോദത്തിനായിട്ട്, നീന്തൽ പോലുള്ള വിനോദത്തിനായിട്ട് വെള്ളം ആവശ്യമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് വെള്ളം കൊണ്ടുള്ള ഉപയോഗം. ചെടിക്ക് വെള്ളം നനയ്ക്കാൻ, പിന്നെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വെള്ളം ആവശ്യമാണ്. ഇവിടെ ഉണ്ടോ? ആന കുടിക്കുന്നുണ്ടോ വെള്ളം? അതെ, മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ആവശ്യമാണ്. വെള്ളം കൊണ്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ചെടികൾക്ക് നനയ്ക്കാനൊക്കെ വെള്ളം വേണം. ആഹാരം പാചകം ചെയ്യാൻ വെള്ളം വേണം. ഓക്കെ, അപ്പോൾ ജലസ്രോതസ്സുകൾ ഏതൊക്കെ, എവിടെ നിന്നൊക്കെയാണ് ജലം കിട്ടുക എന്ന് പഠിച്ചു. കിണർ, പുഴ, അതുപോലെ എവിടെ നിന്നൊക്കെയാണ് ജലം കിട്ടുക. ഈ ജലം കൊണ്ടുള്ള ഉപയോഗവും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇതിന്റെ ഉത്തരം പറയോ? ചെടിയുടെ മേലെ കായ, കായയുടെ മേലെ ചെടി. എന്താണ്? ചെടിയുടെ മേലെ കായയുണ്ട്, കായയുടെ മേലെ ചെടിയുണ്ട്. അതെന്താ? പൈനാപ്പിൾ, കൈതച്ചക്ക. ഉത്തരം എന്താണ്? കൈതച്ചക്ക. കൈതച്ചക്ക. അകത്തറുത്താൽ പുറത്തറിയും. അകത്തറുത്താലും പുറത്തറിയും. എന്തറുക്കുമ്പോഴാ? ചക്ക. എന്താണ്? ചക്ക. 1000 തത്തയ്ക്ക് ഒരൊറ്റ കൊക്ക്. 1000 തത്തയ്ക്ക് ഒരൊറ്റ കൊക്ക്. അതെന്താ? വാഴക്കുല. ഉത്തരം എന്താ? വാഴക്കുല. ഓക്കെ, അപ്പൊ ഏത് ചോദിച്ചാലും ഉത്തരം തെറ്റാതെ എഴുതണം. ചെടിയുടെ മേൽ കായ, കായയുടെ മേൽ ചെടി. എന്താ? കൈതച്ചക്ക. അകത്തറുത്താൽ പുറത്തറിയാം. ചക്ക. 1000 തത്തയ്ക്ക് ഒരൊറ്റ കൊക്ക്. എന്താ? വാഴക്കുല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ നാളെ ഇൻ്റഗ്രേഷൻ 1 എക്സാം ആണ്. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയിട്ട് വരിക. ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു. കിഡ്സേരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 3rd ടേം ട്യൂഷൻ ഡിസംബർ 29 തിങ്കൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2nd ടേം കഴിഞ്ഞ് 3rd ടേമിലോട്ട് പോവുകയാണ്. 3rd ടേമിൽ ട്യൂഷൻ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയാണ് ട്യൂഷൻ ഉള്ളത്. അതുപോലെ കിഡ്സേരിയ ഓൺലൈൻ സ്പെഷ്യൽ ക്ലാസ്സസും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ആ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതിപ്പോൾ 2 ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ്, ഏപ്രിലാണ്. അപ്പോൾ ആ ഒരു സമയത്തിന് മുൻപ് നിങ്ങൾ താല്പര്യമുള്ള ഒരു അഡ്മിഷൻ എടുക്കാനായിട്ട് ഓർമ്മിക്കണം. ഇത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചേ ഉള്ളൂ. ഏത് കോഴ്സിനായാലും അഡ്മിഷൻ ഡീറ്റെയിൽസ് അറിയാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 9746487799.